ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു സൂര്യപ്രകാശം വരും. അതുമാതിരി ആയിരുന്നു കുളത്തിലേക്ക് എത്തി നോക്കി നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ. സൂര്യൻ മൊത്തത്തിൽ പ്രകാശം പരത്തിയ ഫീലായിരുന്നു ഇന്ന്. എന്നും രാവിലെ വിളക്ക് കത്തിക്കാറില്ല. മേ ബി ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആയിരിക്കും കത്തിക്കുക. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഒരു കൊളാപ്സ് പോലെ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മീൻ വാങ്ങി തിരിച്ചു വരുന്ന ഉഷമാമിയെ കണ്ടു. എന്ത് മീൻ കിട്ടിയെന്ന് ചോദിച്ച് ഞാനും, എന്നെ വീഡിയോ എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞ അശ്വതിയും. അയ്യോ, എന്നെ കാണാൻ കൊള്ളില്ലെന്ന് അവളും. നമ്മുടെയൊക്കെ കുട്ടിക്കാലം തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ തിരിച്ചു നടക്കാനും പറ്റില്ല. ഒരു റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നേൽ ഓടിപ്പോയിട്ടേനെ. സ്കൂൾ, കൂട്ടുകാർ, ഇൻ്റർവെല്ലാകുമ്പോൾ നേരെ ഓടും മൈതാനത്ത് കളിക്കാൻ. എല്ലാം ഒരു നൊസ്റ്റാൾജിയ. ഇപ്പോൾ രാവിലെ എണീക്കണം, അതും നേരത്തെ എണീക്കണം. മക്കളെ സ്കൂളിൽ വിടണം, കുക്ക് ചെയ്യണം, ഓഫീസ് ജോലി ചെയ്യണം. ആഹാ, പറഞ്ഞറിയിക്കാൻ അത്രമാത്രം റെസ്പോൺസിബിലിറ്റീസ്. എന്നാലും ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളും എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. എന്നെക്കൊണ്ടത് ചെയ്യാൻ ഇഷ്ടമില്ല. അത് എന്ത് ജോലിയായാലും, ഓഫീസായിരുന്നാലും വീടായിരുന്നാലും മുഷിച്ചിലൊന്നും തോന്നാറില്ല. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ വ്ളോഗും കൂടി ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയോ എന്നൊരു സംശയം എൻ്റെ മോൻ തന്നെ ചോദിക്കാറുമുണ്ട് അത്. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ സച്ചിൻ്റെ എക്സാമൊക്കെ കഴിയുകയാണ്. അപ്പോൾ എൻ്റെ മാർക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിനാണ്. ഞങ്ങൾ വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാം ദൈവം ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളത് പോലെയൊക്കെ നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടി എന്തൊക്കെയോ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് പോലെയൊക്കെ നടക്കും. സോ ഞങ്ങൾ ഒന്നിലും വറീഡ് അല്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം സരിത. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.